ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ സമവായ നീക്കവും പൊളിഞ്ഞതോടെ കേരള സർവകലാശാലയിൽ VC സിൻഡിക്കേറ്റ് പോര് കടുക്കുന്നു. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത VC മോഹനൻ കുന്നുമ്മലിനെതിരെ കടുത്ത നിലപാടെടുക്കാനാണ് സിൻഡിക്കേറ്റിന്റെ നീക്കം. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞുവെക്കാനുള്ള VCയുടെ ഉത്തരവും സിൻഡിക്കേറ്റ് തടയും. അരുൺ സോളമൻ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, ഇതിപ്പോൾ കുറെ ആയല്ലോ, വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ടിട്ടും ഇതിനൊരു പരിഹാരമാകുന്നില്ല. ഈ പോര് ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന ഒരു പിടുത്തവുമില്ല, അല്ലേ? റോഷ്നി, ഈ വിഷയത്തിൽ SFI തുടക്കത്തിൽ തന്നെ വളരെ കടുത്ത ഒരു സമരവുമായിട്ടാണ് VCക്കെതിരെ രംഗത്തെത്തിയത്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ 20 ദിവസത്തോളം VC സർവകലാശാലയിൽ വരാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വന്നപ്പോൾ കുട്ടികളുടെ ഭാവി വെച്ചിട്ടുള്ള VCയുടെ കളി അവസാനിപ്പിക്കണമെന്ന് സർക്കാർ തന്നെ വിദ്യാർത്ഥി സംഘടനയോട് ഇടപെട്ടുകൊണ്ടാണ് SFI ഈ സമരരംഗത്ത് നിന്ന് പിന്മാറുന്നതും തുടർന്ന് VC സർവകലാശാലയിലെത്തി വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും VC ഒരു സമവായത്തിലെത്തുന്നില്ല. ഏറ്റവും ഒടുവിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു തന്റെ ചേംബറിൽ വിളിച്ച് തന്നെ ഈ VCയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം ബിന്ദു പറഞ്ഞത് അടിയന്തരമായിട്ട് സിൻഡിക്കേറ്റ് യോഗം ചേരാനായിട്ട് VC സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ വീണ്ടും സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിൽ VC ഇപ്പോൾ പിന്മാറിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കടുത്ത സർവകലാശാല ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, പ്രത്യേകിച്ചും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള അഡ്വക്കേറ്റ് G മുരളീധരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം 60 ദിവസമായിട്ട് തുടർച്ചയായിട്ട് സിൻഡിക്കേറ്റ് കൂടിയില്ലെങ്കിൽ അത് ചട്ടലംഘനമാണെന്നുള്ളതാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ശമ്പളം കൂടി ശമ്പളം തടഞ്ഞു വെക്കുന്ന ഒരു നീക്കത്തിലേക്ക് VC പോയി. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള വാഹനം നൽകരുതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ കടുത്ത ഒരു സമ്മർദ്ദം ആക്കിക്കൊണ്ട് തന്നെ സർവകലാശാലയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് VC മുന്നോട്ട് പോകുമ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം തന്നെ ഈ സർവകലാശാലയിൽ തന്നെ ഇപ്പോൾ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പിനങ്ങളുടെ മാർക്ക് തടഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയം രാജ്ഭവനിൽ ഒരു യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ പോലും അനിൽകുമാർ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ പങ്കെടുത്തതും ഇപ്പോൾ ഇൻചാർജായി പ്രവർത്തിക്കുന്ന മിനി കാപ്പനാണ്. ഇങ്ങനെ പല ഘട്ടങ്ങളിലും മിനി കാപ്പനെ പല ചർച്ചകളിലും യോഗങ്ങളിലും പങ്കെടുപ്പിക്കുന്ന ഒരു സാഹചര്യം മറ്റൊന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ കേരള സർവകലാശാലയിൽ ഒരേ സമയം 2 രജിസ്ട്രാർമാർ പ്രവർത്തിക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴും 2 രജിസ്ട്രാർമാർ പ്രവർത്തിച്ചു വരുമ്പോഴും ഭരണ പ്രതിസന്ധി വീണ്ടും തുടരുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയാണ് വലിയൊരു അനിശ്ചിതത്തിലേക്ക് കടന്നു പോകുന്നത്. അതിൽ ഒരു അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടത്. പക്ഷെ അപ്പോഴും ശാശ്വതമായിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല, സമവായത്തിലേക്ക് എത്തുന്നില്ല, മഞ്ഞുരുകൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇവിടെ എന്തായാലും VC ഒരു കടുത്ത നിലപാടിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും ഇനി ഭാവിയിലുള്ള വിഷയങ്ങൾ? കാരണം SFI ഇപ്പോൾ സമരരംഗത്തില്ല. വീണ്ടും ഒരു സമരത്തിലേക്ക് കടക്കുമോ കാര്യങ്ങൾ എന്നുള്ള വലിയൊരു അനിശ്ചിതത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു. പ്രത്യേകിച്ചും ജ്ഞാനസഭ പോലുള്ള കേന്ദ്ര RSS പോലുള്ള ചടങ്ങുകളിലേക്ക്, RSSന്റെ നേതൃത്വത്തിലുള്ള ചടങ്ങുകളിലേക്ക് VC പ്രത്യക്ഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിൽ കടുത്ത എതിർപ്പ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും SFIക്കും ഒരുപോലെ ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു വിഷയം വലിയൊരു പ്രാധാന്യമർഹിക്കുന്നത്. അതാണ് ഈ എതിർപ്പുകൾ പോര് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതാണ് ചോദ്യം. എന്തായാലും VC സിൻഡിക്കേറ്റ് പോര് മുറുകുകയാണ്.